പരിക്കേറ്റ ഉമാ തോമസ് തൽക്കാലം വെന്റിലേറ്ററിൽ തുടരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ശ്വാസകോശത്തിൽ ചതവുകളുണ്ടെന്ന് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. ശ്വാസകോശത്തിന്റെ ചതവ് പരിഹരിക്കാൻ ആന്റിബയോട്ടിക് ചികിത്സ തുടരുകയും ചെയ്യും. അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ലെന്നാണ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കൃഷ്ണൻ ഉണ്ണി പറഞ്ഞത്. ലബി സജീന്ദ്രൻ, CT നമ്മൾ എടുത്തതിനകത്ത് നമുക്ക് ബ്രെയിനിൽ അതേമാതിരി തന്നെ നിൽക്കുന്നു, മോശമായിട്ടില്ല. ലങ്സിനകത്ത് കുറച്ച് ചതവ് പറ്റിയിട്ടുള്ള ആ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു ഇതുള്ളത് കൊണ്ട് ഇത് നമുക്ക് വെന്റിലേഷനിൽ തന്നെയാണ്. കുറച്ച് അധികം ദിവസം വെന്റിലേഷൻ വേണ്ടി വരും. ലങ്സിലുള്ള ഇൻഫെക്ഷൻ മാറാനായിട്ടുള്ള നല്ല ആൻറ്റിബയോട്ടിക്, 2 തരം ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നുണ്ട്. ഹാർട്ട് ഡിസീസ് ഉണ്ടായിട്ട് സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. ഷി വാസ് ഓൺ എക്കോസ്പിരിൻ. ആ എക്കോസ്പിരിൻ കഴിച്ചിരുന്നത് കൊണ്ടാണ് ബ്ലീഡിംഗ് ഒക്കെ കുറച്ച് അധികം ഉണ്ടായത്. ഇന്നലെ ഇവിടുത്തെ ഒരു വൂണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു, നല്ല വൂണ്ടായിരുന്നു, അതൊരു ലാസറേറ്റഡ് വൂണ്ടായിരുന്നു. അതിന് നന്നായിട്ട് ബ്ലഡ് ലോസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ബ്ലഡ് ലോസ് ഉണ്ടായിട്ട് ഇന്നലെ നമ്മൾ 2 യൂണിറ്റ് ബ്ലഡും കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ HB is 11.4, സ്റ്റേബിളാണ്. അപ്പോൾ നമ്മളത് ഇന്ന് രാവിലെ CT ചെക്ക് ചെയ്ത് നോക്കിയതും വേറെ എവിടെയെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് അറിയാനും കൂടിയായിരുന്നു. അപ്പോൾ അതിനകത്തൊന്നും ബ്ലീഡിംഗ് ഒന്നും കണ്ടിട്ടുമില്ല. ലബി സജീന്ദ്രൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ലബി, അപകടനില തരണം ചെയ്തിട്ടുണ്ടോ? എന്താണിപ്പോൾ ഉമാ തോമസിന്റെ ആരോഗ്യനില? വിനീത, അപകടനില തരണം ചെയ്തു എന്ന് ഈ ഘട്ടത്തിൽ പൂർണ്ണമായും പറയാൻ സാധിക്കില്ല. ഗുരുതരമായി തുടരുമ്പോഴും നിലവിൽ ആശങ്ക വേണ്ട എന്നുള്ള പ്രതികരണമാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉള്ളത്. തലച്ചോറിൻ്റെ നില സ്റ്റേബിളാണ് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇന്നലെ ഉണ്ടായിരുന്ന അതേ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. രക്തസ്രാവം ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, തലയോട്ടിയിലുണ്ടായ പൊട്ടലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഒട്ടും ഭയക്കേണ്ടതില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. തലച്ചോറുമായുള്ള പ്രശ്നം അതുകൊണ്ട് തന്നെ കാര്യമായി ഈ ഘട്ടത്തിൽ ആശങ്കപ്പെടുത്തുന്നില്ല ഡോക്ടർമാരെ. അതേസമയം ശ്വാസകോശത്തിൽ നീരുവീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിൽ ചെറിയ ഇൻഫെക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. 2 തരം മരുന്നുകൾ രാവിലെ മുതൽ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇന്നലത്തെ അപേക്ഷിച്ച് ശ്വാസകോശത്തിൻ്റെ നീരുവീക്കം അല്പം കൂടി കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർക്ക് അതുമായി ബന്ധപ്പെട്ട് അല്പം ഒരു ആശങ്ക നൽകുന്ന കാര്യം. എങ്കിലും നിലവിൽ ജീവനുമായി ബന്ധപ്പെട്ട ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് വ്യക്തമായി തന്നെ ഡോക്ടർമാർ പറയുന്നുണ്ട്. ഈ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷൻ താഴ്ന്ന് ആ ആരോഗ്യ പ്രശ്നം നേരെയായതിനു ശേഷം മാത്രമേ തലച്ചോറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സകളൊക്കെ ആരംഭിക്കുകയുള്ളൂ. നിലവിൽ തലച്ചോറിൻ്റെ അവസ്ഥ ഭയക്കാനില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഏതായാലും ഇന്നലെ മുതൽ ഇങ്ങോട്ട് ഉമാ തോമസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയം മുതൽ ഇങ്ങോട്ട് കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ നേതാക്കൾ, ജനപ്രതിനിധികളെല്ലാം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാരടക്കമുള്ള ജനപ്രതിനിധികൾ ഇന്നലെ രാത്രി തന്നെ എത്തിയിരുന്നു. ഇന്നും ഉമാ തോമസിന്റെ ബന്ധുക്കൾ, PT തോമസിന്റെ ബന്ധുക്കൾ, ഉമാ തോമസിന്റെ 2 മക്കൾ വിഷ്ണു, വിവേക് എല്ലാവരും ICUവിന്റെ മുന്നിലുണ്ട്. ഇങ്ങോട്ട് ഇപ്പോഴും രോഗവിവരം അറിയാനായി KK രമ അടക്കമുള്ളവർ, KC ജോസഫ് അടക്കമുള്ളവരൊക്കെ ഇപ്പോൾ അകത്തുണ്ട്. ഡീൻ കുര്യാക്കോസ് ഉണ്ട്. ഉമാ തോമസിനെ സന്ദർശിക്കുന്നതിനായി ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അപകടനില തരണം ചെയ്തു എന്ന് പൂർണ്ണമായും പറയാൻ കഴിഞ്ഞിട്ടില്ല. വിദഗ്ധ ചികിത്സ തുടരുകയാണെന്ന് ലബി സജീന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നു. തിരിച്ചെത്താം.